ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ നീസിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്തിട്ട് പോകാമല്ലേ? എത്ര വയസ്സായെന്ന് നോക്കിക്കേ. ചോര തിളയ്ക്കുന്ന പ്രായം, ഒന്നും പറയണ്ട, എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഭാവി പരിപാടി ഏതാണ്ട് എന്താണെന്ന് പിടികിട്ടി കാണുമല്ലോ. ഇനി ഇതിനൊന്നും നമുക്ക് എനർജി കളയേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ആ ഹോളൊക്കെ അറേഞ്ച് ചെയ്ത് എത്ര ഭംഗിയായിട്ടാണ്. ദലനീന്തിയാണ് ഹോളിൽ അറേഞ്ച് ചെയ്താൽ മാത്രം പോരല്ലോ, മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് വേണം. വക്കച്ചൻ അവിശ്രാന്തം പരിശ്രമിച്ച് അതൊക്കെ അങ്ങ് ഘടിപ്പിച്ചു വെച്ചു. ഇനി 18 വയസ്സിന് ഒരു പോസിറ്റീവ് വൈബ് കേക്ക് വേണ്ടേ? നിഷ JB അതിനായിട്ടൊരു എഫേർട്ട് അങ്ങിട്ടു. ഇപ്പോൾ എന്നെ കണ്ട എങ്ങനെയുണ്ട് 18 വയസ്സായപ്പോൾ എന്ന മട്ടിലാണ് എൽവിൻ്റെ നിപ്പ്. കൊള്ളാം അല്ലേ? പിന്നെ ഞാൻ മോഡലിങ്ങിലും മിടുക്കനാണെന്ന് പറയാതെ അങ്ങ് പറയുകയാണ്. ഒന്ന് നോട്ട് ചെയ്തോണേ. ഇതാണ് എൻ്റെ ഫാമിലി എന്നും എൽവിൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അവൻ്റെ പുറകെ അങ്ങ് പോകാം അല്ലേ? കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമുക്കും അതൊന്ന് രുചിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അങ്ങനെ ഭക്തിയാദരപൂർവ്വം നമ്മുടെ ജോണിയച്ചൻ പ്രാർത്ഥന ചൊല്ലി കേക്ക് തോണ. ആരും തന്നെ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. ഈ 18 വയസ്സ് കാലം നിർത്തിയ ദൈവത്തിന് കോടാനുകോടി നന്ദി എല്ലാവരും മനസ്സിൽ പറഞ്ഞ് കേക്ക് അങ്ങ് കട്ട് ചെയ്ത് വിഷ് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. രഞ്ജിനി ഹരിദാസിന് വെല്ലുവിളിയായിട്ട് ജിമ്മി ആങ്കറിങ് തകർത്തു വാരി. രഞ്ജിനി ഹരിദാസ് പേടിക്കേണ്ട, ജിമ്മി UK-ലാണ്, കഞ്ഞിക്കണ്ട മുട്ടിക്കത്തില്ല. അമ്മാവനെ അങ്ങ് വിളിച്ചു. ആ ഒരേ ഒരു അമ്മാവൻ സ്റ്റേജിൽ ചാടി കയറി നിൽക്കുകയാണ് കേട്ടോ. ഇത് മാത്യുവിൻ്റെ ചേട്ടൻ്റെ മോനും വൈഫാണ്. പിന്നെ ഉള്ളവരെല്ലാം വരുന്ന അമ്മയുടെ സൈഡിൽ നിന്നാണ്. ജിമ്മി അങ്ങ് തകർത്ത് വാരുകയാണ് ആങ്കറിങ്. ഏതായാലും രണ്ടുപേരും, രഞ്ജിനിയും ജിമ്മിയും, 2 രാജ്യത്തായത് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കയറി നിന്ന് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കണം. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗദർ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള ഒരു സൗകര്യമാണല്ലോ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എല്ലാവരും കാത്തിരിക്കുകയാണ്. 18 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വിക്രമാദിത്യനും വേതാളവും സ്റ്റേജിലെത്തി. ഇവരാണ് സ്റ്റേജ് അങ്ങ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആൾക്കാരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 18 വയസ്സിൻ്റെ വൈബേ എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് ചങ്ങലയിട്ട് പൂട്ടേണ്ട പ്രായമാണെന്ന്. എവിടെ വാ നമ്മുടെ ഗേറ്റ്. ഇവരെയാരെയും പൂട്ടാൻ പോയേക്കരുതേ, പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കും. പിള്ളേരൊക്കെ അങ്ങോട്ട് ആടി തകർക്കും. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പ്രൊജക്ടറെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു നല്ല ക്ലാരിറ്റി നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങ് കിട്ടുന്നില്ല. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും എന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അജാടത്തേണ്ടി. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നാ.
നാട്ടുകാരെ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായത് കണ്ടിട്ട് മനസ്സിലായത് അജാറത്തല്ലി. അങ്ങനെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കിയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ച് കണ്ടതല്ലേ. അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റിയല്ല. സിബി മനോജും ടീമുമാണ് അത് ഒരുക്കിയത്. അയ്യോ വായിൽ കൊതിയൂറും എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. അവർക്ക് കൊടുക്കും ഒരു കയ്യടി, കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലേ. കലവറക്കാരുടെ കഴിവാണ് ഒരു പരിപാടിയുടെ വിജയമെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കമ്മ്യൂണിറ്റിയും കൈയടക്കി എല്ലാ ഏറ്റിങ്ങിനെ അടച്ച് നമുക്ക് പുറത്തിറക്കി വെച്ച് കഥ കടച്ച് ക്ലാസ്മേറ്റ്സിനോടൊക്കെ ഒന്നും കൂടി പരിചയം പുതുക്കി പിറക്കി കെട്ടി പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് മോൻ പറയുന്നത്. ബോൾ കളിയിലാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊന്ന് വിജയിക്കാവോ എന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് വലിയ രക്ഷയില്ല, അതുകൊണ്ട് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന്. ഫാമിലി എല്ലാം നോക്കിയിരിക്കെ തന്നെ ഞാൻ പെറുക്കി കെട്ടി ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറയുകയാണ്. നോക്കിക്കേ, ഫോണെ കളിക്കുന്നവരുടെ കളി അതങ്ങനെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗേറ്റിന് പുറത്ത് കടന്നു. ഇനി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നെ ആരും നോക്കണ്ട.